ഫയർഫോഴ്സ് ആയ ടെൻഷൻ. ഒരു മിനിറ്റ്. ഹലോ, ഫയർഫോഴ്സ് ആണ്. തീ 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 എവിടെ? ചോദി 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 ഇത് ഡയറക്റ്റ് വെക്കാൻ ഒന്നും മറന്നു. രാവിലെ തന്നെ ഓരോന്ന്. ഇതടുത്തതാരാ? ഹലോ ഹലോ, ഫയർഫോഴ്സ് അല്ലേ? അതെ, പറയൂ സാറേ, ഇവിടുള്ള സോമന്റെ പറമ്പിൽ തീ. അതെയോ? സോമന്റെ കൂതി. എന്തേ? സാറേ, സോമന്റെ പറമ്പലേക്ക് എത്തിയത്. അപ്പൊ അത് കണ്ട് സോമന്റെ BP കൂതി ഇപ്പൊ ആശുപത്രിയില്ല. ഒന്ന് പെട്ടെന്ന് ഓതി വായോ, അഡ്രസ് ഞാൻ അയച്ചു തരാം. ഓ, ഇവൻ ഡായിനാണോ ദാന്ന് പറഞ്ഞേ? ഇപ്പൊ വരാം. ഫയർഫോഴ്സ് എത്തി, ഫയർഫോഴ്സ് എത്തി. സാറ് വന്നോ? ദാ ബക്കറ്റ് വെള്ളം കോരി വെക്ക് സാറേ. ഓക്കെ. എന്താ പിന്നെ മൊസംബി ജ്യൂസ് അടിക്കാനാണോ ഫയർ എഞ്ചിൻ കൊണ്ടുവന്നത്? അത് ശരിയാണല്ലോ, സോറി മറന്നുപോയി. തന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതെന്താ തീന്റെ അടുത്ത് കുറെ ആളുകൾ പോയി നിൽക്കുന്നേ? അത് ഈ നാട്ടിലെ കാണാതായ കുട്ടികളുടെ അച്ഛനും അമ്മയാ. കുട്ടികളൊക്കെ അവിടെ പോയി. അതെന്റെ ഐഡിയ, ഞാൻ ഒളിപ്പിച്ചിരിക്കുക. എന്തിന്? കുട്ടികളെ കാണാതായ അച്ഛനും അമ്മയും തീ തിന്നുമല്ലോ. തന്നെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ തീ അണയ്ക്കാനുള്ള വഴി നോക്കട്ടെ. അസിസ്റ്റന്റ്, ആ പൈപ്പ് ഒന്ന് കണക്ട് ചെയ്യൂ. ഇവരെവിടെ പോയി കിടക്കുക? ഫയർഫോഴ്സ് ആണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഉത്തരവാദിത്തമുള്ള ഒരാൾ പോലും ഇല്ല. ഞാൻ പോയി കണക്ട് ചെയ്യാം. ഓക്കെ. കണക്ട് ചെയ്താ അടി അങ്ങോട്ട്. നീ എന്താടാ ചെയ്തേ? സോറി, പൈപ്പ് വാട്ടർ ടാങ്കിന് കണക്ട് ചെയ്യുന്നതിന് വരെ പെട്രോൾ ടാങ്കിനെ കണക്ട് ചെയ്തേ. ഞങ്ങൾക്ക് ഈ സിനിമാ താരങ്ങളൊക്കെ വൈറലാവുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ഗ്രേസേ. മനഃപൂർവ്വം കൈ കൊടുക്കാതെ പോയതല്ലേ, ഞാൻ അറിഞ്ഞായിരുന്നു. അല്ല, ഇത് സുരാജ് ചോദിച്ചു, എന്താടി ഞാൻ അവിടെ ഫ്രണ്ടില് ഇതുപോലെ ഇവന് ഇരുന്നിട്ട് നിനക്ക് എന്നെ കാണാൻ പറ്റാതെ? ചേട്ടാ, എന്റെ ഈ കവിള് ചാടി കണ്ടിട്ട് ഈ കണ്ണ് ശരിക്കായിട്ട് കാണത്തില്ല എന്ന് പറഞ്ഞു. ഇതിന്റെ വീട്ടിൽ പോയി വിട്ടാ മതി. ഇവിടുന്ന് വാണം വേറെ വീട്ടിൽ പോയി ചേട്ടാ. ഒരു വാണം വിടാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല ഇവിടെ. എടാ, നിനക്കൊക്കെ സൗണ്ട് ഇല്ലാത്ത പടക്കം പൊട്ടിച്ചു. സൗണ്ട് ഇല്ലാത്ത പടക്കും இந்த சவுண்ட் போதுமா? மதி இனி கொஞ்சம் வேணுமா? ஆனா இந்த மாதிரி படக்கம் இல்லை. படக்கம்னா படக்குன்னு இருக்கணும். അവന്റെ കസിൻ ദുബായി വന്നിട്ടുണ്ട്. എന്നെ കൊണ്ട് പോരും. മച്ചാമാരെ, ഹബീബി, ഇതൊക്കെയാണ് നിന്റെ ലോക്കൽ ഫ്രണ്ട്സ്. ബ്രോ, ദുബായിൽ എനിക്ക് ഇത്ര മുടി ഉണ്ടായിരുന്നു. ദുബായിൽ വന്നിട്ടുണ്ടോ? ഇല്ല, വരത്തില്ല. എനിക്കറിയാം നിന്നെ കാര്യമുണ്ട്. ദുബായി പോയിട്ടില്ല. എടാ, ഇതാ എന്റെ കസിൻ ആകാശ് ഫ്രം ദുബായ്. ദുബായ്. ബ്രോന്റെ ഡാഡി എന്ത് ചെയ്യും? ഹീസ് എ വണ്ടർഫുൾ മാൻ. വാവ്, ഷിറ്റ്. ബ്രോന്റെ ഡാഡി? എനിക്ക് ഡാഡി ഇല്ല. ഓ, സാഡ്. എന്റെ അച്ഛൻ റബ്ബർ വെട്ടാണെന്ന് ഇവനെ അങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കും. ഇവന്റെ അച്ഛൻ ലുലുമാളിന് ഓഫറിന് എന്താ ബ്രോ? അല്ല, ദുബായില് ലുലുമാളുണ്ടോന്ന് ചോദിച്ചു. സി ബ്രോ, ലുലു എന്ന പേര് യൂസുഫക്കാക്ക് പറഞ്ഞു കൊടുത്ത എന്റെ വാപ്പയാണ് അല്ലേ സച്ചു? അതെ അതെ, അതിനു മുമ്പ് അവർ അമ്പർ സുനി ഹൈപ്പർ മാളെന്ന് ഇടാൻ വെച്ചത്. എങ്കിൽ വാ, നമുക്കൊരു ചായ മടേ തള്ളാം. സി, ഇവിടെ ഒട്ടകപ്പാലി കിട്ടും. അവനെ പിറകോട്ട് വിളി, പിന്നെ കൊടുത്തോ. ഏതെങ്കിലും സാർ ഇങ്ങനെ ചെയ്യൂ? ഏതെങ്കിലും സ്കൂളില്ല. അല്ല, ഇത്രയൊക്കെ ചെയ്യുന്നെങ്കിൽ യു ആർ സ്മാർട്ട്. അത് കേട്ടാ അതില്ല. പിള്ളേരെ സോഡിയം നോക്കി, പൊട്ടാസ്യം നോക്കി, കാൽസ്യം നോക്കി, ഇതെല്ലാം നോക്കിയപ്പോ പിള്ളേര് തോറ്റുപോയി. കാരണം പഠിപ്പിക്കാൻ പറഞ്ഞു. നീയല്ലേ ഫസ്റ്റിലൊരു ഡയലോഗ് ചെയ്തു? പുഷ്പാന്ന് വെച്ചാ ഫ്ലവർ അല്ലടാ, ഫയറാന്ന്. അത് മലയാളത്തിൽ എങ്ങനെ പോയെന്നറിയോ? പുഷ്പാന്ന് വെച്ചാ പൂവല്ലടാ, വെടിയാന്ന്. നീ പോ. 2 മീറ്റർ താടിയുള്ള നിങ്ങൾ ഒന്നാണ്. നീ ഞരമ്പ് വല്ലോ ആണോ? ഞരമ്പ്. ചോദ്യം മനസ്സിലായില്ല. മനസ്സിലായോ? ഞരമ്പല്ല ഞാൻ. ഇപ്പൊ മനസ്സിലായല്ലേ? അയ്യോ, അയ്യാത്തവന്മാരെയൊക്കെ കൊണ്ട് വിനായക ആ തൂണിന്ന് തെന്നിപ്പോവല്ലേ. പോസ്റ്റിന്റെ ബലത്തിൽ നിൽക്കുന്നവനാണ് നമ്മളെ കളിയാക്കി ചിരിക്കുന്ന. അല്ല എടാ, അല്ല നീ എന്താ ചുണ്ട് വെച്ച് ചെയ്യുന്ന? ചിരിക്കുവാടാ, മോണ വയ്യ. മോളീന് നൂലിട്ട് ആരേലും വലിക്കുകയാണോ അളിയാ നിന്റെ ചിരിക്ക് വേണ്ടി? വലിയ നിനക്ക് ഫോണിനെ പറ്റി എന്തറിയണം? കണ ഞാനേ മൊബൈൽ ടെക്നീഷ്യനാ. മൊബൈലിനെ പറ്റി പഠിച്ചവനാ. അത് ഇളക്കി ഊരി അതിന്റെ ഫുള്ള് റൂട്ട് മാപ്പ് വരെ എനിക്കറിയാം. എടാ, നമ്മക്കും അറിയാടാ സിമ്മൂരി ഇളക്കിയിടാൻ.
കഴുത്തി പിടിച്ചാൽ കറാവന അണ്ണോ മറ്റേ താനൊക്കെ കാണിച്ചു കൊടുന്ന അണ്ണോ മകളെ പുലിയൊരു പണ വഴിയത് അവിടെ പുലി ഇറങ്ങി മുരുകനെ തപ്പി ഇറങ്ങി മൈനവിടെ ഒന്ന് ഭയങ്കര ബഹളം. ഏത് മുരുകൻ? മകളെ വേലറിഞ്ഞ് പുലിയെ പിടിക്കുന്ന ടക്കിയുടെ അച്ഛൻ. ആ നമ്മളെ ജംഗിളി റമ്മിയുടെ മരുമോൻ. മോനെ ഈ വാച്ച് ഞാൻ ഗൾഫിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്നതാ. ഇത് മോൻ വെച്ചോ? അയ്യോ വേണ്ടെങ്കിലേ ഒന്ന് വെച്ചോ, എനിക്ക് വേറെ 2-3 ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഈ ഗിഫ്റ്റ് ഇത് നിനക്ക് വേണ്ടി കൊണ്ടുവന്നതാ. ഈ ഗിഫ്റ്റ് ഗൾഫിൽ തന്തയില്ലാത്തവർക്കായി കൊടുക്കുന്നതാ, അതുകൊണ്ട് ഇത് നീ വെച്ചോ. ഓ എന്നാ ഈ ഗിഫ്റ്റ് തന്ന പോലെ ഒരു തന്തയും തരുമോ? ചേട്ടനാകുമ്പോ 2-3 വേറെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലോ. അല്ല അച്ഛനും ഭയങ്കര അറിവില്ലേ? ഒരു ചോദ്യം ചോദിച്ചാൽ ഓക്കെ. അതെ, കേരളത്തിന്റെ തലസ്ഥാനം ഏതാ? ഇന്ത്യ. പട്ടികളാ ഇത് ഞാനാടാ ഷമീർ. ഇതെന്തു പറ്റിയടാ? അതൊരു ടൈഗർ വണ്ണില് സൽമാൻ ഖാനെ പിടിച്ചു. ഇത് ടൈഗർ ബാബിട്ട ചൊക്ലിക്കാൻ. ഹാൻഡ്സം ആയിരുന്നു നീ, ഹാൻഡ്സ് വെച്ച പോലെ ആയല്ലോടാ. ഇവനാറാ ആരുടെ? എന്റെ വാപ്പാടെ മൂത്താപ്പാടെ മോനെ എന്റെ. ഞാൻ കണ്ണടച്ചുണ്ടാക്കിയവനോട് പറയണം മര്യാദക്ക് വീട്ടിൽ വന്നോളൂ. മോനെ ഇവന്റെ കൂടെ ഒന്നും നടന്ന് പിഴക്കല്ലേ നീ? ഇല്ല മാമ. തൊണ്ടയ്ക്ക് പോലും മോനെ അറിയാൻ ഇല്ലെങ്കിലും പിടിച്ച് ഉരച്ചേനെ. എടാ ഞാൻ പണിയിലാണ്. അത്യാവശ്യം മോനെന്ത് പറ്റിയാവോ? മോനെ അണ്ടിക്കെന്ത് പറ്റി? ഞാൻ പറഞ്ഞല്ലേ ചടിയിടണം ചടിയിടണം. എന്തിനാടാ ഈ പ്രായത്തിൽ റാ പോലെ മീശ വെച്ചേക്കുന്നത്? അതിനെ ഇപ്പോഴേ IPS ആവാനുള്ള പ്രിപ്പറേഷൻ അല്ല. IPSന്റെ ഫുൾ ഫോം എന്തോടെ? ഇന്ത്യൻ പോലീസ് സൂപ്പർ ഫണ്ടാസ്റ്റിക്. കേറിപ്പോ. എനിക്ക് കെമിസ്ട്രി ഒട്ടും തലേ കയറുന്നില്ല. ബാക്കിയെല്ലാം തലച്ചോറ് ഉണ്ടല്ലോ. പിന്നെ എന്തിനാ ഇതൊക്കെ എടുക്കുന്നേ? നമ്മളെ സീമ ടീച്ചർക്ക് എത്ര ശമ്പളം കാണുമോ? ഒരു 10-30,000 കാണും. അവരുടെ ചെലവൊക്കെ ഡിവോഴ്സും കൂടെ. 2 പെൺമക്കളും. 2 കെട്ടെന്ന്. എന്തായാലും പുഷ്പ 1000 കോടി അടിച്ചല്ലേ. അല്ലൂർജ് ഒരുപാട് കഷ്ടപ്പെട്ടു. എന്റെ പേടി ഐറ്റം ഡാൻസിന് സംബന്ധയുടെ അത്രയും ശ്രീലീല വരുമെന്നായിരുന്നു. എനിക്കുറപ്പായിരുന്നു അവളെ കുച്ചി മട്ടിലെപ്പെട്ടി കണ്ടായിരുന്നു. അതല്ല എല്ലാം ഉണ്ട് പുഷ്പയ്ക്ക്, എന്നാ ചിലതോ ഇല്ലില്ല. എന്തോ ആയിരിക്കും ഇല്ലാത്ത? പുഷ്പക്കില്ലാത്ത എന്തോന്നു? പുഷ്പക്കില്ലാത്ത എന്തോന്ന് കാണാടാ. എന്നാലും അതായിരിക്കൂല. ഇത്ര നേരമൊക്കെ നീ ഇവിടെ ഇരുന്നിട്ട് എന്താടാ പഠിച്ചത്? ഔട്ട് ഓഫ് സിലബസ് ആദ്യം പഠിക്കാന്ന് വെച്ചു. കമ്പൈൻഡ് സ്റ്റഡി പഠിച്ച് രക്ഷപ്പെട്ട ആരും ഈ കേരളത്തിലില്ല. ഞങ്ങൾ ചരിത്രം തിരുത്തി എഴുതിയാലും ആദ്യം നീയൊക്കെ പരീക്ഷ എഴുതണം. ഞാൻ റിലേഷനിൽ ഉള്ളപ്പോ തന്നെ നീ വേറൊരു പയ്യനെ നോക്കണത് നീ പതിവ്രത ആയോണ്ടാണ് അല്ലേടി? നിന്റെ മൈൻഡ് ഒട്ടും അപ്ഡേറ്റഡ് അല്ല. ഇക്കാലത്ത് ഒരു പെണ്ണിന് 2 അതാണ് ശാസ്ത്രം. നീ അതെന്നെ മനസ്സിലാക്കാത്ത? അങ്ങനെയാണെങ്കിൽ നിനക്കൊക്കെ ഒരു സമയത്ത് 2 തന്തയാവാം. എന്നെ മനസ്സിലായോ? മാറിയില്ല കേസാവും. ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ പൊക്കി നോക്കട്ടെ. ഇങ്ങോട്ട് കൊണ്ടുപോയിട്ട് അങ്ങോട്ട് കൊണ്ടു നമുക്ക്. ഗേൾഫ്രണ്ടിനോടൊപ്പം പറയണ്ടേ നമുക്ക് നമ്മുടെ ഇഷ്ടം? പറയണം. എങ്ങനെയായിരിക്കും പറയാൻ? നിനക്ക് 8 വയസ്സായ കൊച്ചിന് എത്ര? 2 വയസ്സോ? കൊച്ചിന് 9 കൊല്ലമായിരിക്കും. എന്താ ഇഷ്ടപ്പെടാൻ കാരണം എന്താ കുട്ടിയെ? അവളുടെ ചലനങ്ങളും പിന്നെ അവളുടെ സൗന്ദര്യം. ഒന്ന് കണ്ണടച്ചോർത്തപ്പോ എത്ര വർഷം മുന്നോട്ട് എന്ന് കണ്ട? സത്യമല്ലേ, എല്ലാം ഇന്നലെ കഴിഞ്ഞാണെങ്കിരിക്കുന്നു. അണ്ണാ എന്റെ കല്യാണം ഒന്ന് വരണം. ചേട്ടാ ആരോമന നിനക്ക് കല്യാണ പ്രായ? ഞാൻ കാണുമ്പോഴേ ഇച്ചിരി ഉണ്ടായിരുന്നോളൂ. അതൊക്കെ ഇപ്പൊ വലുതായി. നിന്നോട് ആരെയും രാത്രി ഗുഡ് നൈറ്റ് പറയും? ഇല്ല, പക്ഷെ എന്നോട് പറയും. ആര്? കഴപ്പശാരെന്നൊരു കൊട്ടേഷൻ വന്നിട്ടുണ്ട്. ഒരു തന്നെ കയ്യം കുടിക്കണം. ഭയങ്കര ബോറാവുന്ന കേട്ടാ ഇത്. എന്താടാ ഒരു പ്രേമുണ്ടെന്ന് പറഞ്ഞാൽ കൂട്ടസ് കാണിക്കുന്ന എന്തിന്? ഓവറാ ലേശം
ഇനിയില്ല. ഇനിയില്ല. എന്താ ഇനിയില്ലെന്ന്? അയ്യേ അയ്യേ. അണ്ണാ നാളെ നിങ്ങൾ PS എക്സാം അല്ലേ വല്ല പഠിച്ചാ? ഓ ഇന്നലെ കുറെ വായിച്ചതാ ഞാൻ. നമ്മളും കുറെ പഠിച്ചത്. ഇത് നടപടിയാണ്, കേസല്ലടാ. നിങ്ങൾ പഠിച്ച കാര്യം പറയണം. ഞാൻ ഒരു PSC ക്വസ്റ്റ്യൻ ചോദിക്കാം, നിങ്ങൾ ഉത്തരം പറ. കേരളത്തിലെ പൈതൃക മൃഗം എന്റെ അച്ഛൻ കരടി ബിലു. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.